ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ കൃപയാൽ ഒരു പ്രാവശ്യം കൂടെ AFUPC നടത്തി വരുന്ന വചന പ്രഭാഷണ പരമ്പരകളിലൂടെ സംബന്ധിപ്പാനായി ദൈവം ഒരുക്കിയ ഈ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്കേവർക്കും കർത്താവായ യേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. ക്രിസ്തീയ ജീവിതം എന്നുള്ളത് വിടുതലിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ഉയർച്ചയുടെയും ഒക്കെ ഒരു അനുഭവമാണെങ്കിൽ തന്നെയും ക്രിസ്ത്യാനിയാകുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, അഥവാ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുവാൻ തീരുമാനിച്ച അത്തരത്തിൽ മുന്നേറുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറിയ ഉത്തരവാദിത്തങ്ങൾ തന്റെ ജീവിതത്തിലുണ്ടെന്ന കാര്യം വിസ്മരിച്ചുകൂടാ. പലപ്പോഴും ക്രിസ്തു ശിഷ്യരെന്ന് അഭിമാനിക്കുന്നവർ പലപ്പോഴും അവരുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് അകന്നു മാറുന്ന ഒരു ദയനീയ ചിത്രം നാം നമ്മുടെ ദിനംതോറുമുള്ള ക്രൈസ്തവ മണ്ഡല ജീവിതങ്ങളിൽ വെളിപ്പെട്ടു എന്ന് കാണാൻ കഴിയും. ഒരു ക്രിസ്തു ശിഷ്യന്, ഒരു ക്രിസ്തീയ വിശ്വാസിക്ക് ഈ ലോകത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുവാൻ ഒരിക്കലും കഴിയില്ല. മറിച്ച് അവൻ കർത്താവായ യേശുവോട് ചേർന്ന് നിന്ന് ജീവിക്കേണ്ടവനാണ്. 1 യോഹന്നാൻ 1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം വായിക്കുമ്പോൾ അവനോട് കൂട്ടായ്മ ഉണ്ട് എന്ന് പറയുകയും ഇരുളിൽ നടക്കുകയും ചെയ്താൽ നാം ഭോഷ്ക് പറയുന്നു, സത്യം പ്രവർത്തിക്കുന്നതുമില്ല. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ക്രിസ്തീയ ഗോളത്തിൽ ഏതൊരു സ്ഥാനം വഹിക്കുന്ന വ്യക്തിയാണെങ്കിലും, വിശ്വാസിയെന്നോ സുവിശേഷകനെന്നോ പ്രവാചകനെന്നോ അപ്പോസ്തലനെന്നോ പാസ്റ്ററെന്നോ ബൈബിൾ സ്കൂൾ അധ്യാപകനെന്നോ സെമിനാറിൽ അധ്യാപകനെന്നോ ഏതൊരു ആത്മീയ നേതാവെന്നോ ഏതൊരു പേര് അലങ്കരിക്കുന്ന വ്യക്തിയാണെങ്കിലും ഒരു കാര്യം, ഒരു ചോദ്യം: കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂട്ടായ്മ ഉണ്ട് എന്ന് പറയുന്ന നീ, നിന്റെ നടപ്പ് ഇരുട്ടിൻ്റെ പ്രവൃത്തികളുമായിട്ടാണെങ്കിൽ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവിക പ്രമാണങ്ങളിലേക്ക് മടങ്ങി വരുവാൻ ദൈവത്തിന്റെ ആത്മാവ് നിന്നെ ബുദ്ധി ഉപദേശിക്കുകയാണ്. കർത്താവായ യേശുവിന്റെ കൂട്ടായ്മയുണ്ടെന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്യുന്നാൽ ഭോഷ്ക് പറയുന്നവരെ കൂടുതൽ നീ ആയിപ്പോവുകയാണ്. ഓർക്കുക, ഭോഷ്ക് പറയുന്നവരാരും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഇന്നലകളിലുള്ള ക്രിസ്ത്യ ജീവിതത്തിൽ ദൈവപ്രമാണത്തിൽ അന്യപ്പെട്ട് വാക്കുകൊണ്ടോ ചിന്ത കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ സംസാരം കൊണ്ടോ ഒക്കെ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവങ്ങളിലേക്ക് മടങ്ങി വരിക, സമർപ്പണങ്ങളിലേക്ക് മടങ്ങി വരിക, തീരുമാനങ്ങളിലേക്ക് മടങ്ങി വരിക, വിശുദ്ധിയിലേക്ക് മടങ്ങി വരിക, വേർപാടിലേക്ക് മടങ്ങി വരിക, യേശു ക്രിസ്തുവുമായുള്ള കൂട്ടായ്മയിലേക്ക് മടങ്ങി വരിക. അത് നിന്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിന് കാരണമായി തീരും. അല്ലെങ്കിൽ കർത്തനുഭവം വരുമ്പോൾ നല്ലവനും വിശ്വസ്തനുമായ ദാസേ എന്ന് വിളിയേക്കുന്ന സ്ഥാനത്ത് ദുഷ്ടനും അലസനുമായ ദാസേ എന്ന് വിളിയിട്ടുകൊണ്ട് നിത്യാഗ്നിയിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഒരു അനുഭവത്തിൽ നീ ഉടമയായി തീരും. ശാന്തമായി ചിന്തിക്കുക, കുറവുകളെ കണ്ടുപിടിക്കുക, ഏറ്റുപറയുക, ഉപേക്ഷിക്കുക. തന്റെ ലഗ്നങ്ങളെ മറയ്ക്കുന്നതിന് ശുഭം വരികയില്ല. അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നതിന് കരുണ ലഭിക്കും. നിന്റെ ക്രിസ്ത്യ ജീവിതത്തിന്റെ യഥാർത്ഥ അളവ് നിനക്ക് മാത്രമേ അറിയൂ. മറ്റാരെയും കണ്ണുവെട്ടിക്കാം, പക്ഷെ കർത്താവിനെ കണ്ണുവെട്ടിക്കാൻ കഴിയില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അരുത് എന്ന് പറയുന്ന വിലക്കുന്ന ഏറ്റവും നിന്നും ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് പൂർണ്ണമായ ദൈവത്തെ അനുസരിച്ച് ജീവിക്കുവാൻ ദൈവം സഹായിക്കുമാറാകട്ടെ.
സന്ദേശം കേട്ടതിന് നന്ദി പറയുന്നു. നിങ്ങൾ അലട്ടുന്ന വിഷയങ്ങളുടെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ ദയവായി ഞങ്ങളെ വിളിക്കുക. ഞങ്ങളുടെ ഫോൺ നമ്പർ 94 46 620 645 94 46 620 645. നിങ്ങൾക്ക് ഈ ദൈവദിന സന്ദേശങ്ങൾ യൂട്യൂബിൽ AFUPC ചാനൽ എന്ന മാധ്യമത്തിലൂടെ നമുക്ക് കേൾക്കുവാൻ കഴിയും. നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. മേ ഗോഡ് ബ്ലസ് യു.